ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇതേപോലുള്ള ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ടിഷ്യൂ പേപ്പർ എടുക്കുക, പിന്നെ നമ്മൾ യെല്ലോ കളർ എടുത്തു. അത് നമ്മൾ ഇതേപോലെ ഗമ്മും വാട്ടർ ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത് അത്രയും കട്ടിക്ക് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ തന്നെ കട്ടി തന്നെയാണ് അടിച്ചു കൊടുത്ത്. ഇങ്ങനെ 3 ഉണ്ടാക്കിയെടുത്തിട്ട് 3 വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മടക്കിയിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കൂലേ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മടക്കി കൊടുക്കുക. മടക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പകുതിയായിട്ട് മടക്കുക, അതിനെ പിന്നെയും പകുതിയായിട്ട് മടക്കുക. ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പെറ്റലിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്താൽ ഇതേപോലെ ഫ്ലവറിൻ്റെ ആകൃതിയിൽ കിട്ടും. ഇനി നമ്മൾ ഒരു ഭാഗം ഇതേപോലെ വെട്ടിയിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ട് കിട്ടും. ഇതേപോലെ നമുക്ക് കുറച്ച് മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു തുളസീൻ്റെ ഇതുണ്ടാവില്ലേ, തണ്ട്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ എടുത്ത് അതിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മുട്ടും പൂവല്ലോ ഇല്ലേ, അതെടുക്കുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇതിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി ഒരു ടേബിൾ ഡെക്കോറായിട്ട് സെറ്റാക്കി കിട്ടും. നമ്മുടെ വിഷുവിനൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്.